ഭാഗവതം സ്കന്ധം 10 10-1 അധ്യായം 17 മുതൽ 21 വരെ. കഴിഞ്ഞതിൽ നമ്മൾ കണ്ടത് കൃഷ്ണൻ എന്ന് പറയുന്ന കാലമാണ്. കാലം എന്ത് ചെയ്യുന്നു? കാളിന്തി നദിയിൽ, അതായത് നദിയിൽ ഉള്ള വിഷം എന്ന് പറയുന്നത് കാളിയൻ എന്ന കഥാപാത്രമായിട്ട്, കാളിയൻ എന്ന സർപ്പമായിട്ട് ചിത്രീകരിച്ചു. അതിനെ എവിടെ പോകാൻ പറയുന്നു? കടലിലേക്ക് പോകാൻ പറയുന്നു. അതുവഴി നദികൾ ശുദ്ധമാവുകയാണ്. ജനങ്ങൾക്കും മൃഗങ്ങൾക്ക് ചെടികൾക്ക് എല്ലാം ശുദ്ധമാക്കിയെടുക്കുകയാണ്. എന്നിട്ട് അതിലുള്ള വിഷമെല്ലാം അത് ഏത് കാലഘട്ടത്തിൽ സംഭവിക്കുകയാണ്? കാലഘട്ടം. ആ കാലഘട്ടത്തിനാണ് എന്തു പറയുന്നത്? കൃഷ്ണൻ എന്ന കാലമായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പം രാജഭരണത്തിന്റെ അവസാന കാലഘട്ടത്തില് നദികളെല്ലാം ശുദ്ധീകരിച്ചിട്ട് വെള്ളം ഉപയോഗത്തിന് എന്തെല്ലാം ആവശ്യത്തിനുണ്ടോ അതിനെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങുന്നുണ്ട്. ആ കാലഘട്ടമാണെന്ന് പറയുകയാണ്. അപ്പൊ ഈ നദികളിൽ എവിടെയാണ് വിഷം വന്നതെന്നുള്ളത് വേറൊരു കഥയിലൂടെ പറയുകയാണ്. ഇപ്പൊ വിഷം എന്നതിനെ കഥാപാത്രമായി ചിത്രീകരിക്കുമ്പോൾ ഏറ്റവും പറ്റിയ കഥാപാത്രം തന്നെയാണ് പാമ്പ് തന്നെയാണ്. നമുക്കിപ്പം ഏതെങ്കിലും ഒരു വിഷത്തെ ഒരു കഥാപാത്രമായി ചിത്രീകരിക്കേണ്ടെങ്കിൽ പാമ്പാണ് ഏറ്റവും നല്ലത്. കാരണം വിഷം അത് തന്നെ പലതരം പാമ്പുകളുണ്ട്, പലതരം വിഷങ്ങളുണ്ട്. അപ്പൊ അതിന്റെ എതിരായിട്ട് എടുക്കേണ്ടിക്ക് ഏതായിരിക്കണം? വെടുക കീരീനെ എടുക്കാം. പക്ഷെ ഇവിടെ അനുകൂലമായി വരുന്നത് ഏതാണ്? ഗരുഡനാണ്. അപ്പം പാമ്പിനെ ഗരുഡൻ പിടിച്ചു തിന്നു. അപ്പം പണ്ടൊരു ധാരണ ഉണ്ടാക്കുന്നുണ്ട് എന്നെല്ലാം പറയുകയാണ്. അതായത് അമാവാസി നാളില് ഓരോ പാമ്പിനെ കൊടുത്തോളണം ഗരുഡന്. കഥയിൽ അങ്ങനെയെല്ലാം പറയും. കഥയിൽ ചോദ്യമില്ല എന്നാണ് അർത്ഥം. ചോദിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചോദിക്കാം? ഗരുഡൻ അപ്പൊ മാസത്തിൽ ഒരു പാമ്പിനെ കഴിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിലൊന്നും അർത്ഥമില്ല. കഥയിലെ ആശയങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഗരുഡൻ അപ്പൊ അമാവാസിയിൽ ഒരു പാമ്പിനെ കൊടുക്കണം. അങ്ങനെ പാമ്പിനെ വർഷം കൊടുക്കുകയാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം പാമ്പുകൾ വിഷമാണ്. പലതരം വിഷങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. അന്തരീക്ഷത്തിൽ പോവുക, അന്തരീക്ഷത്തിലാണ് ഗരുഡനുള്ളത്. അപ്പം ഗരുഡ പാമ്പിനെ പിടിച്ചു നിന്നുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് ഗരുഡന് കൊടുക്കുകയാണെന്ന് പറയുകയാണ്. അതായത് കുറെ വിഷങ്ങള് ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് നമ്മൾ തള്ളിവിടുന്നുണ്ട്. കാറിൽ നിന്നും എല്ലാം കത്തിക്കുന്ന എല്ലാം വിഷം മുകളിലേക്ക് പോവുകയാണ്. പക്ഷെ ആ വിഷമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നദികളിലെ വിഷം വളരെ ഉഗ്രനാണ്. കാരണം ചില നദികളിലെല്ലാം ഈ കെമിക്കൽസ് എല്ലാം കൊണ്ട് തള്ളിയിട്ട് നമുക്ക് പല രോഗങ്ങളും വരും. ഇവിടെ നമ്മൾ അന്തരീക്ഷത്തിലെ വായു ശ്വസിച്ചാൽ അത്ര വലിയ കുഴപ്പമില്ല. പക്ഷെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ചത്തും പോകും ചിലപ്പോൾ. ഇപ്പം മാരകമായ വിഷം. അപ്പം മാരകമായ വിഷം എന്നാണ് കാളിയനായിട്ട് ചിത്രീകരിച്ചത് കഥാപാത്രം. അപ്പം കാളിയൻ എവിടെ പോകണം? ജലത്ത് പോയി, കാളിനി നദിയിൽ പോയി എന്ന് വരുത്തണം. അപ്പം കഥയിൽ എങ്ങനെ പറഞ്ഞു? ഈ പാമ്പുകളെല്ലാം ഓരോന്ന് അമാവാസിയിൽ ഗരുഡന് കൊടുക്കുകയാണ് തിന്നാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ കാളിയൻ ഉഗ്ര വിഷമുള്ളതുകൊണ്ട് അഹങ്കാരായതുകൊണ്ട് അത് പറഞ്ഞ് ഞാൻ ആർക്കും ഇനി വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ഈ ചെറിയ പാമ്പുകളെല്ലാം പിടിച്ച് തിന്നാൻ തുടങ്ങി, ഗരുഡന് കൊടുക്കാതെ. അപ്പൊ ഗരുഡന് ദേഷ്യം വന്നിട്ട് ഗരുഡൻ എന്ത് ചെയ്യുന്നു? ഈ കാളിയനായിട്ട് ഏറ്റുമുട്ടുന്നു. കാളിയൻ ഗരുഡനെ കടിക്കുന്നു. ഗരുഡൻ അതിന്റെ ചിറകൊണ്ട് ഇതിനെ അടിച്ചങ്ങ് തലത്തിടുന്നു. അപ്പോൾ കാളിയൻ പേടിച്ചിട്ട് എവിടത്തേക്ക് പോകുന്നു? കാളിന്തി നദിയിലേക്ക് പോകുന്നു. അപ്പം ഏറ്റവും ഉഗ്രമായ വിഷം എവിടെയുണ്ട്? കാളിന്തി നദിയിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഇനി എന്തിനാണ് കാളിന്തി പോയെന്നുള്ള വേറൊരു കഥ അടപ്പിടിപ്പിക്കുകയാണ്. എന്താ വേറെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പാമ്പുകള് മുഴുവൻ ഗരുഡന് കൊടുക്കുകയാണല്ലോ. അതായത് ഇവിടുത്തെ ചെറിയ ചെറിയ മാലിന്യങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ വിടുകയാണല്ലോ. ആർക്ക് വേണ്ടി? ഗരുഡന് വേണ്ടി. അപ്പൊ ഗരുഡൻ തിന്നു എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ കഥയിൽ വേണ്ടിക്കൽ ചോദിക്കാം യുക്തിവാദികൾക്ക്. ഗരുഡൻ ഇപ്പം വിഷവും തിന്നിട്ടാണോ നടക്കുന്നത്? അപ്പൊ കഥയിൽ ചോദ്യം എന്നുള്ള ആശയങ്ങൾ മാത്രം എടുക്കാനേ പറ്റുകയുള്ളൂ. അപ്പം പ്രധാനപ്പെട്ട ഏറ്റവും മാരകമായ വിഷയം എവിടത്തേക്ക് തള്ളുന്നു? കടലിലേക്ക് തള്ളുന്നു. അപ്പൊ കാളിയൻ എന്തിനാ കടലിൽ ഈ നദിയിൽ വന്ന് കാളിന്തി നദിയിൽ എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളതിന് വേറൊരു കഥയുണ്ട്. അതെന്താ കഥ എന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ ഒരു സൗഭരി എന്ന ഒരു ഋഷി താമസിക്കുന്നുണ്ടായിരുന്നു ഈ നദീന്റെ തീരത്ത്. അപ്പോൾ ഈ നദികളില് ഗരുഡൻ വന്നിട്ട് എന്ത് ചെയ്യും? മത്സ്യത്തെ പിടിച്ചു കൊണ്ടുപോകും. അപ്പൊ മത്സ്യങ്ങളെല്ലാം നിലവിളിക്കാൻ തുടങ്ങി. അപ്പൊ അവരുടെ സങ്കടം കണ്ടിട്ട് സൗഭരി എന്തു പറഞ്ഞു? ശരി, ഇനി ഈ ഗരുഡൻ ഈ നദിയിൽ വരികയാണെങ്കിൽ അതിന്റെ കാറ്റ് പോകും. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ
ഗരുഡന് നദിയുടെ അകത്ത് കയറിയിട്ട് പാമ്പിനെ പിടിക്കാൻ പറ്റൂല. കാരണം നദീന്റെ വെള്ളത്തിന്റെ കടലിന്റെ അകത്തും അല്ല ഈ നദീന്റെ അകത്തും പാമ്പുണ്ട്. പക്ഷെ ഗരുഡൻ വെള്ളത്തിന്റെ അകത്ത് മുങ്ങിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് ചത്തുപോകും. അതാണ് ശ്വാസം പോയിട്ട് ചത്തുപോകും എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് ചില മത്സ്യങ്ങളെല്ലാം വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് ചില പക്ഷികൾ വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് മത്സ്യത്തെ പിടിക്കുന്നുണ്ട്. അതൊന്നും ചത്തുപോകുന്നില്ല. പക്ഷെ ഗരുഡൻ അങ്ങനെ പോയിട്ട് വെള്ളത്തിന്റെ അടിയിൽ കയറിയിട്ട് പിടിക്കാൻ പറ്റൂല. അതുകൊണ്ട് അതങ്ങനെ പറഞ്ഞ് വെച്ചു. അപ്പൊ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. ആ കാലം കൃഷ്ണനാണ്. ആ കാലഘട്ടത്തിലാണ് രാജഭരണം കഴിയുന്ന കാലഘട്ടത്തിലാണ് നദികൾ ശുദ്ധീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? ജനം ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ആ ശുദ്ധീകരിക്കുമ്പോൾ എല്ലാ അശുദ്ധുകൾ എവിടെയാ പോവുക? അല്ലെങ്കിൽ അഴുക്കുകൾ, വിഷങ്ങളെല്ലാം എവിടെ പോവും? കടലിൽ കൊണ്ടുത്തള്ളും. എന്നിട്ട് അപ്പൊ അതങ്ങനെ വെച്ചതിന്റെ ശേഷം പിന്നെയും നമ്മൾ കഥയിൽ നിന്ന് മാറിപ്പോകരുത്. ഏത് ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അതിനെ തച്ചടക്കാൻ വേണ്ടിയിട്ടാണ് ഭരണാധികാരികൾ ശ്രമിക്കുക. ആ ഭരണാധികാരികൾ ശ്രമിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവരെയെല്ലാം പിന്തുടർന്ന് കൊല്ലുന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത്. കൊല്ലാൻ ശ്രമിക്കും. അതായത് പ്രതിഷേധമുള്ളത് നാട്ടിൽ തച്ചടക്കും. പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഭരണക്കാർ തച്ചടക്കും. കാരണം ദുർമാർഗികളായ ഭരണക്കാർ അത് അവർക്കെതിരായിട്ടാണെന്ന് അറിയാം. അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടെങ്കിൽ അതിനെ തച്ചടക്കും. പിന്നെ ഇവരെല്ലാം കൂടി ആ നാട് തന്നെ അടിച്ച് കൊളാക്കും. അപ്പൊ അവരുള്ള നാട്ടുകളിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ പോയി താമസിക്കും. വല്ല കാട്ടിലും ഗുഹയിലെല്ലാം പോയി ഒളിച്ചു താമസിക്കേണ്ടി വരും. ഇതെല്ലാം ചരിത്രം നോക്കിയാൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരെ തേടിപ്പിടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് അസുരരെ വിടുന്നു പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കഥയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഇവിടെ എന്ത് പറയുകയാണ്? പ്രലംബനൻ എന്ന ഒരു അസുരനുണ്ടായിരുന്നു. അത് ഗോപന്മാരുടെ വേഷം ധരിച്ചിട്ട് ഇവരെ ആട്ടിനെ മേയിച്ചുകൊണ്ടല്ല, പശുക്കളെല്ലാം മേയിച്ചുകൊണ്ടാണല്ലോ നടക്കുക. ആര്? ഈ ഗോപന്മാര്, കൃഷ്ണനും ബലരാമനും. അപ്പൊ കാട്ടിൽ ഇങ്ങനെ മേയിച്ച് നടക്കുമ്പോൾ ഇവനും ഒരു ഗോപന്റെ ഒരു വേഷം കെട്ടി ഇതിൻ്റെ അകത്ത് കയറി കൂടി. എന്നിട്ട് ഇവരെ കളിക്കുമ്പോൾ രണ്ടായി തിരിഞ്ഞിട്ടാണ് കളി. കൃഷ്ണനും ബലരാമനും അല്ല, രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് കളിക്കുകയാണ്. കളിയുടെ മത്സരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തോറ്റവര് ജയിച്ചവരെ ചുമന്നുകൊണ്ട് നടക്കണം. അങ്ങനെ ഈ അസുരൻ തോക്കുന്നു. ഈ അസുരൻ എന്ത് ചെയ്യുന്നു? ബലരാമനെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്നു. കൃഷ്ണനെ പൊക്കാൻ നിന്നിട്ടില്ല. കാരണം കൃഷ്ണനെ കുറച്ച് പേടിയുണ്ട്. അസുരൻ എന്ത് ചെയ്യുന്നു? ബലരാമനെ, കൃഷ്ണൻ ഇതെല്ലാം അറിയാം, പക്ഷെ കൃഷ്ണൻ കണ്ടില്ല എന്ന് വെച്ച് നടിക്കുകയാണ്. അപ്പം ബലരാമനെ പൊക്കിയെടുത്ത് നടന്നിട്ട് കുറെ ദൂരെ അങ്ങ് പോയി. ഇവരിൽ നിന്ന് വേർപെടുത്തിയിട്ട് പിന്നെ അവൻ അതിന്റെ രൂപം കാണിച്ചു കൊടുക്കുകയാണ്. അസുരന്റെ രൂപം കാണിച്ചിട്ട് ഇവനോട് അറ്റാക്ക് ചെയ്യപ്പം ബലരാമൻ എന്ത് ചെയ്യുന്നു? അവന്റെ തലയടിച്ച് പൊട്ടിച്ചിട്ട് അവനെ കൊല്ലുന്നു. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ ആരെങ്കിലും എല്ലാം ഇവർക്കെതിരായിട്ട് തിരിക്കുമ്പോൾ ബലമുള്ള ആൾക്കാര് അവരെ നേരിടും. അപ്പൊ ഇവർ ഒളിവില് കാട്ടിലെല്ലാം താമസിക്കുകയാണ്, ഒളിച്ചിട്ട്. അപ്പോൾ അസുരരെ വിടിയാണ് പലതരത്തില്, പല വേഷത്തില്. അവരെയെല്ലാം ബലമുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവരെയെല്ലാം നേരിട്ടിട്ട് ആ പ്രസ്ഥാനം വിജയിച്ചു പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. രാജഭരണത്തിന്റെ ക്രൂരതകളേലും ഒരു പരിധിവരെ ബലമുള്ള ആൾക്കാരും എല്ലാം നേരിടും. അങ്ങനെ ഒരു സംഭവം അവിടെ പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞിട്ട് വേറൊന്ന് പറയുകയാണ്. വേറെ അവസരത്തില് അപ്പൊ ബലരാമന് ചിലവര് ബലം ഉപയോഗിച്ചിട്ട് ശത്രുക്കൾ ഇതേമാതിരി ആരെങ്കിലും ചാരന്മാർ വരുന്നതൊക്കെ അവരെയെല്ലാം കൊന്നൊടുക്കുന്നു പറയുകയാണ്. വേറൊരു അവസരത്തില് പശുക്കളെല്ലാം വഴി തെറ്റിയിട്ട് ഒരു സമയം എവിടെ പോവുകയാണ്? മൂഞ്ഞക്കാട്ടിലങ്ങ് കയറി പോവുകയാണ്. ആ മൂഞ്ഞക്കാട്ടിൽ കയറി പോയപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? കൃഷ്ണനും ബലരാമനും കൂടിയിട്ട് പിന്നെ എല്ലാവരും തിരയാൻ വേണ്ടി നടക്കുന്നു. തെരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അവിടെ വെച്ച് കാട്ടുതീ ഉണ്ടാകുന്നു. കാട്ടുതീയിൽ ഇവരെല്ലാം ചുറ്റപ്പെട്ടു പോകുന്നു. അവസാനം കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? കാട്ടുതീനെ തന്നെ വായയിൽ എടുത്ത് വിഴുങ്ങുന്നു. ഇവിടെ എല്ലാം പറയുന്ന എന്താണെന്ന് വെച്ചാൽ അത്രയും ദുർഘടമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ പോവുക. ഇത് വിപ്ലവകാരികൾ എന്ന നിലയിൽ തന്നെ ചിത്രീകരിക്കണം. വിപ്ലവകാരികൾ ഒളിവിൽ പോകുന്ന കാലഘട്ടമാണ്. നാട്ടിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഭരണ രാജാക്കന്മാരെ അവരെയും തേടി വരും. അപ്പൊ ഇവർ ഒളി സങ്കേതങ്ങൾ, കാടിലേക്ക് പോകുന്നെല്ലാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിലേക്ക് പോകുന്നു. അതിനെയെല്ലാം കാലം തന്നെ അതിജീവിക്കുന്നാണ് പറയുന്നത്. അവരെയെല്ലാം കാലം തന്നെ
സംരക്ഷിച്ചുകൊള്ളും. കാട്ടുതീരും എല്ലാം പല ഇതേമാതിരി ശത്രുക്കൾ, എതിർപ്പുകൾ, പ്രതികൂല സാഹചര്യങ്ങൾ ഇനിയെല്ലാം നേരിട്ടിട്ടാണ് പോകേണ്ടത്. അതിനെ കാലവും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നിട്ട് ഈ ഇതെല്ലാം ഗോപന്മാര് തിരിച്ചു വന്നിട്ട് ഗോപികമാരോടെല്ലാം നാട്ടിലെ എല്ലാവരോടും പറയും. ഇനി നമുക്ക് ഗോപികമാരിലേക്ക് എത്തണം. അതുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം ഗോപികമാരാരാണെന്നല്ലാണ് ഇനി പറയാൻ പോകുന്നത്. എന്നിട്ട് പിന്നെയുള്ള അധ്യായം 20 മുഴുവൻ പ്രകൃതിയുടെ വർണ്ണനയാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എല്ലാ വേദങ്ങളിൽ എന്തുണ്ട്, അല്ല ഭാഗവതത്തിലുണ്ട്, എല്ലാ കാര്യങ്ങളും വർണ്ണിക്കുന്നുണ്ട്. അപ്പം 4 കൃതയുഗം, അല്ല ഇത് ഋതുക്കളിലൂടെ 6 ഋതുക്കളിലൂടെ ഇപ്പം വേനൽക്കാലമുണ്ട്, ശൈത്യകാലമുണ്ട്, വസന്തകാലമുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം പ്രകൃതിയുടെ വർണ്ണനയാണ് ഇവിടെ വിവരിക്കുന്നത്. ഇതില് പല വർണ്ണനകൾ, ആ വർണ്ണനകളുടെ പ്രകൃതിന്റെ സൗന്ദര്യം വിവരിക്കുകയാണ്. അപ്പൊ പ്രകൃതി എന്നത് അതാണ് എന്ത്, സ്ത്രീ പ്രകൃതിയും കാലം പുരുഷനുമാണ്. അപ്പൊ പുരുഷൻ, കാലമാകുന്ന പുരുഷൻ കൃഷ്ണനുമായിട്ട് ചിത്രീകരിക്കുന്നു. അതിനനുസരിച്ച് പ്രകൃതി എന്തുണ്ടെന്നു പൂത്തുലയുന്നു. പല സീസണിലും പലതരം സൗഭാഗ്യങ്ങൾ ലോകത്തിലുണ്ടാകുന്നു. അതിനനുസരിച്ച് കൃഷ്ണന്റെ മുരളിക്കനുസരിച്ച് ജനങ്ങളെ ഈ പ്രകൃതി എന്ത് ചെയ്യാണ്, നൃത്തം വെക്കുകയാണ്. പ്രകൃതിയാണ് അവിടെ സ്ത്രീയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് എല്ലാ ജീവജാലങ്ങളും, ആ കൂട്ടത്തിൽ സ്ത്രീകളും ഉണ്ട്. എന്താണ് ആ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഒരു നല്ല വെള്ളച്ചാട്ടം കാണുമ്പോൾ നമ്മൾ ആ സൗന്ദര്യം കണ്ടിട്ട് അതിന്റെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കും. കുട്ടികൾ കടൽ തീരത്ത് വിട്ടു കഴിഞ്ഞാൽ കുട്ടികൾ അവർക്ക് കൺട്രോൾ ഇല്ലാതെ ഓടിക്കളിക്കുകയാണ്. അതേമാതിരി തന്നെ സ്ത്രീകൾ നല്ല സൗന്ദര്യമുള്ള ഒരു സ്ഥലത്തെല്ലാം പോയി കഴിഞ്ഞാൽ പൂക്കളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവർ അങ്ങനെ അതിനകത്ത് ആകൃഷ്ടരായാണ്. അപ്പൊ ആ സ്ത്രീകളെല്ലാം ചെടികള്, നദികള്, ആ ഒഴുകുന്നത്, നദികളെല്ലാം സ്ത്രീകളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അവരെന്ത് ചെയ്യണം, ആനന്ദ നൃത്തം ചെയ്യുകയാണ് ഓരോ സീസൺ, ഓരോ കാലാവസ്ഥ അനുസരിച്ച്, കൃഷ്ണന്റെ മുരളീനാദത്തിനനുസരിച്ച്. അപ്പം കാലം, ഓരോ കാലഘട്ടത്തില് ഋതുക്കളില് പല സ്വഭാവങ്ങൾ, പ്രകൃതിയിലെ സൗന്ദര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും, പ്രകൃതികൾ എന്ന് പറയുന്നത് സ്ത്രീയാണ്, അവർ ആനന്ദ നൃത്തം ചെയ്യുകയാണ് ആസ്വദിച്ചിട്ട്. നമ്മൾ കാണാം ഒരു മഴയെല്ലാം വരുമ്പോൾ അതൊരു സൗന്ദര്യമാണ്. കുട്ടികൾ മഴ വരുമ്പോഴുള്ള ആർത്തുവിളികൾ. അപ്പൊ കുട്ടികൾ പ്രകൃതി എന്നെല്ലാം സ്ത്രീയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പൊ അവരെല്ലാം ആർത്ത് ആനന്ദിക്കുന്നതിനാണ് നമ്മളിവിടെ എന്ത് ചെയ്യാണ്, കവി വർണ്ണനയിൽ ഈ പ്രകൃതിയുടെ സൗന്ദര്യം പല സീസണുകളിൽ 6 സീസണുകളിലൂടെ സൗന്ദര്യം വർദ്ധിക്കുന്നുണ്ട്, മോശവും വർദ്ധിക്കുന്നുണ്ട്. എന്താണ് മോശം വർണ്ണിച്ചിരിക്കുന്നത്? നിരീശ്വരവാദികള് വേദത്തെ തച്ചുടക്കുന്നത് പോലെ, നിരീശ്വരവാദികള് വേദത്തെ തച്ചുടക്കുന്നത് പോലെ എന്ത് ചെയ്യാണ്, ഇന്ദ്രൻ എന്ത് ചെയ്യാണ്, മഴയാവുന്ന ആ വെള്ളപ്പൊക്കം കൊണ്ട് അണക്കെട്ടുകളെ തല്ലിത്തകർക്കുകയാണ്. ചില കാലത്ത് പ്രകൃതിയുടെ വർണ്ണന മറക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചില മോശവും പറയുന്നുണ്ട്. എല്ലാം പറയുകയാണ്. മഴ സീസണിൽ എന്തുണ്ടാകും, അണക്കെട്ടുകൾ തന്നെ നമ്മൾ കണ്ടല്ലോ, അനുഭവിച്ചല്ലോ കുറച്ചു കാലത്ത്. അണക്കെട്ടുകളെ പൊളിച്ചു കളയുകയാണ്. ഇത്രയും നല്ല ജനത്തിനു വേണ്ടി ഉണ്ടാക്കി വെച്ച അണക്കെട്ട് ആര്, മഴ, അത് ഇന്ദ്രനാ ചെയ്യുന്നത്. ഏതുപോലെ ഈ നിരീശ്വരവാദികൾ വേദങ്ങളെ തളിച്ചുടക്കാൻ ശ്രമിക്കും, നടക്കുന്നത് പോലെ. അപ്പോ ആലോചിച്ചു നോക്കൂ, കമ്പാരിസൺ. അപ്പൊ അത് പറയുന്നുണ്ട്. പിന്നെ എന്ത് പറയുന്നുണ്ട്, ഗോവർദ്ധന പർവ്വതത്തിന്റെ പറ്റി വർണ്ണിക്കുകയാണ്. പർവ്വതങ്ങളെ പറ്റി, പ്രകൃതിയിലുള്ള പർവ്വതങ്ങളെല്ലാം കൃഷ്ണന്റെ പോലെയാണ് ഉള്ളത് എന്നാണ്. സൗഭാഗ്യമുള്ള പർവ്വതങ്ങള് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കൃഷ്ണന് സമാനമാണത്. കാരണം എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിൻ്റെ അകത്തുണ്ടാകുന്ന വിഭവങ്ങൾ ചെടിക്ക് ഉപയോഗിക്കുന്നു, സുന്ദരമായ കാഴ്ചകൾ നമുക്ക് ആനന്ദം നൽകുന്നു. അതിൻ്റെ അകത്തുള്ള ഗുഹകൾ നമുക്ക് താമസിക്കുവാൻ വേണ്ടി ഉപയോഗിക്കാം, ഗൃഹമായിട്ട് ഉപയോഗിക്കാം. അപ്പോ ഇങ്ങനെയെല്ലാം പർവ്വതങ്ങളെ വർണ്ണിക്കുകയാണ്. പർവ്വതങ്ങൾ കാണുമ്പോൾ നല്ല സൗന്ദര്യമുണ്ട്. അതിലുള്ള പുല്ലുകളെല്ലാം ജനങ്ങളെ മുഴുവൻ സംരക്ഷിക്കുന്നു. ഗുഹകൾ നമ്മളെ സംരക്ഷിക്കുന്നു. ചില കാലത്ത് നല്ല മഴയെല്ലാം വരുമ്പോൾ അതിനകത്ത് കയറി ഓടിക്കാൻ നല്ല സുഖം.
അപ്പോൾ ഇങ്ങനെ പ്രകൃതിയെ സ്ത്രീയായിട്ട് വർണ്ണിച്ചിട്ട് കാലത്തെ കൃഷ്ണനുമായി വർണ്ണിച്ചുകൊണ്ട് പ്രകൃതിയുടെ പല സീസണുകളിലുള്ള അതിന്റെ നല്ല വശവും പറയുന്നുണ്ട്, മോശവശം എല്ലാം വർണ്ണിച്ചിട്ട് കൃഷ്ണന്റെ വേണുനാദത്തിനൊത്ത് എന്ത് ചെയ്യുകയാണ്? ഓരോ സീസണിലും പ്രകൃതിയും ചെടികളെല്ലാം നൃത്തം വെക്കുകയാണ്. തെങ്ങെല്ലാം കാറ്റിനാടി കളിക്കുന്നതെല്ലാം നൃത്തം വെക്കുകയാണ്. മനുഷ്യന്റെ മനസ്സ് നൃത്തം വെക്കുകയാണ് ചിലതെല്ലാം കാണുമ്പോൾ. അങ്ങനെ പ്രകൃതിയുടെ ഒരു വലിയ വർണ്ണന ഇവിടെ ആക്കിയിട്ട് പ്രകൃതി എന്താണ്? സ്ത്രീയാണ്, പുരുഷൻ കാലവും ആണ്. ആ വർണ്ണനയും ഇവിടെ പറയുകയാണ്. എന്നിട്ട് എന്ത് പറയുന്നു? 21-ാമത്തെ അധ്യായത്തില് വേണുനാദം കേട്ട് ഗോപശ്രീകൾ അതിനെപ്പറ്റി വർണ്ണിച്ചുകൊണ്ട് മനസ്സിൽ അതിനെ കൃഷ്ണനായി സങ്കല്പിച്ചുകൊണ്ട് കൃഷ്ണന്റെ ആശ്ലേഷമായിട്ട് അനുഭവിക്കുന്നു എന്ന് പറയാണ് ഗോപശ്രീകൾ. ഇതെല്ലാം കൃഷ്ണനായി, ഈ സൗഭാഗ്യെല്ലാം കൃഷ്ണനായി സങ്കല്പിച്ചുകൊണ്ട്. കൃഷ്ണനാരാണ്? കാലം. അതെന്താണ്? ബ്രഹ്മമാണ്. ആ ബ്രഹ്മമാണ് ഈ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കേണ്ട ഈ പ്രകൃതി സൗന്ദര്യം. അതിനല്ലേ നമ്മൾ ടൂറെല്ലാം പോകുന്നത്? എന്തിനു വേണ്ടിയാണ്? ആസ്വദിക്കാനാണ്. കടപ്പുറത്തെല്ലാം പോയി കഴിഞ്ഞാൽ കുട്ടികൾ അതിനനുസരിച്ച് നൃത്തം വെക്കുന്നതാണ്. കടലിന്റെ ആ ഒരു ഒഴുക്കിൽ അല്ലെങ്കിൽ ആ തിരയെല്ലാം കാണുമ്പോൾ കുട്ടികളെല്ലാം വലിയവരടക്കം നൃത്തം വെക്കുകയാണ്. ഇതെല്ലാം ആരുണ്ടാക്കിയ? കാലത്തിന്റെ സംഭാവന. അതിനൊടുത്ത് ജനങ്ങൾ നൃത്തം വെക്കുകയാണ്. അത്രയും സുഭിക്ഷമായ ഒരു ലോകമാണ് കാലം ഉണ്ടാക്കിയതെന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. അതെല്ലാം ഗോപികമാരാണ്. ഗോപിമാർ ഇതെല്ലാം കൃഷ്ണനായി ധരിച്ചുകൊണ്ട് നമ്മളടക്കം, ഇവിടെ ഗോപികമാര് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, എല്ലാ മൃഗങ്ങളടക്കം അതിനനുസരിച്ച് നൃത്തം വെക്കുന്നു. മയിലുകൾ നൃത്തം വെക്കും. ചില സമയത്ത് അനുകൂല കാലാവസ്ഥ വരുമ്പോൾ അതെല്ലാം നൃത്തം വെക്കും. പല പക്ഷികൾ പാടും ഓരോ സമയത്തെല്ലാം സീസൺ നോക്കിയിട്ട്. അപ്പൊ എല്ലാം നൃത്തം വെക്കുക, ഗാനം, ഇതെല്ലാം ഏതിന്റെ സംഭാവനയാണ്? കൃഷ്ണനാകുന്ന കാലത്തിനനുസരിച്ച് അത് തരുന്ന സൗഭാഗ്യത്തിൽ, അതിന്റെ സൗന്ദര്യത്തിൽ മോഹിച്ചുകൊണ്ട് കൃഷ്ണൻ പുരുഷനാണ്, കാലം പുരുഷനാണ്, പ്രകൃതി എന്താണ്? സ്ത്രീയാണ്. അപ്പൊ അതിനനുസരിച്ച് കൃഷ്ണത്തിന്റെ നൃത്തം വെക്കുന്ന വെള്ളച്ചാട്ടം എല്ലാം എന്ത് തന്നെയാണ്? ഒരു തരം നാദങ്ങൾ തന്നെയാണ്. ആ വെള്ളച്ചാട്ടത്തിന്റെ ആ ശബ്ദവും കാറ്റിന്റെ സൗന്ദര്യം, മന്ദമാരുതെന്നെല്ലാം നമ്മൾ കവികൾ വർണ്ണിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഗോപശ്രീകളാകുന്ന പ്രകൃതി അതിനനുസരിച്ച് മനുഷ്യരെല്ലാ ജീവജാലങ്ങളും അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? നൃത്തം വെക്കുന്നു. കൃഷ്ണനെ, ഈ കാലത്തെ കൃഷ്ണനായി ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? അതിനെ ആശ്ലേഷിച്ച് നിർവൃതി അടയുകയാണെന്ന് പറയുകയാണ്. നമ്മളെല്ലാം ചിലത് കണ്ടിട്ട് അങ്ങനെ നിർവൃതിയിലിരിക്കും. പ്രകൃതിയുടെ ചില സൗന്ദര്യങ്ങൾ കണ്ടിട്ട് ഏതോ ഒരു ലോകത്ത്. കവികൾക്കെല്ലാം ഭാവന വരുന്നപ്പോഴാണ്, ചിലതെല്ലാം കാണുമ്പോഴാണ്. അപ്പൊ അവിടെ അതെല്ലാം ആരാണ്? നമ്മൾ അതിനെയെല്ലാം എന്തായിട്ട് കേന്ദ്രീകരിക്കണം? അതെല്ലാം കൃഷ്ണനാണെന്ന് ചിന്തിച്ചുകൊണ്ട് കാലത്തെ കൃഷ്ണനായി കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാകും? ഇവരെല്ലാം പ്രകൃതിയിലുള്ള ബാക്കിയെല്ലാം ഗോപശ്രീകളാണ്. സ്ത്രീയായിട്ടാണ് എടുക്കുന്നത്. പ്രകൃതി സ്ത്രീയാണ്. നമ്മളെല്ലാം അടക്കം നമ്മളെല്ലാം എന്ത് ചെയ്യാണ്? അവിടെ ഗോപശ്രീകളെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കണം. എല്ലാ പശുക്കുട്ടികളുടെ കാര്യവും മത്സ്യങ്ങളുടെ കാര്യവും ചെടികളെ പക്ഷികളെ എല്ലാം അതിനനുസരിച്ച് നൃത്തം വെക്കുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം പ്രകൃതി മുഴുവൻ ഒരു ഗോപശ്രീയായിട്ട് നമ്മൾ കാണണം, നമ്മളടക്കം. അപ്പം കാലവും നമ്മളും തമ്മിൽ ഒരു ആനന്ദ നൃത്തം ചെയ്യുന്നതാണ് ഇവിടെ വിവരിക്കുന്നത്. അതിലൂടെ പ്രകൃതിയുടെ ഈ കൃഷ്ണൻ ഈ ലോകം ഉണ്ടാക്കിയ, സുന്ദരമായി ഈ ലോകം ഉണ്ടാക്കിയതിന്റെ ഒരു വർണ്ണന അവിടെ നൽകുകയാണ്. അതിൽ നമ്മൾ മുഴുകിക്കൊണ്ട് ആനന്ദ നൃത്തം വെക്കുന്നുണ്ട് ചില സമയങ്ങളിലെന്നും എങ്കിലെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ നമ്മൾ ഈ കൃഷ്ണനെ, കാലത്തെയാണ് നമ്മൾ കാണുന്നത്, കൃഷ്ണനായി ചിത്രീകരിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അതിൽ ലയിച്ചിരിക്കുകയാണ് ആ ഗാനങ്ങളിൽ. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്ന പ്രകൃതി വർണ്ണന.